നമസ്കാരം. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം 2024 നവംബർ മാസം 18-ാം തീയതി തിങ്കളാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളും, തിങ്കളാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്ക് അനുകൂലമായ ദിവസമാണെന്നും, അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിൽ ധനം വന്നു ചേരുമെന്നുള്ളതിനെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ആണ്. അതിനോടനുബന്ധിച്ച് മറ്റു ചില കാര്യങ്ങളും കൂടി പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവർ ശ്രദ്ധയോടുകൂടി കേൾക്കുക. 2024 നവംബർ മാസം 18-ാം തീയതി തിങ്കളാഴ്ച ദിവസം എന്ന് പറയുന്നത് മലയാള തീയതിയിൽ പറഞ്ഞാൽ 1200-ാം ആണ്ട് വൃശ്ചിക മാസം 3-ാം തീയതിയാണ്. അത് ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ കാർത്തിക മാസം 27-ാം തീയതിയാണ്. സൂര്യോദയമാകട്ടെ രാവിലെ 6:19 അസ്തമയമാകട്ടെ വൈകുന്നേരം 5:55 അതുപോലെ തന്നെ ഉദയാൽപരം നക്ഷത്രം മകീര നക്ഷത്രമാണ്. മകീര നക്ഷത്രം ആരംഭിക്കുന്ന സമയം ഞായറാഴ്ച വൈകിട്ട് 5:24 മകീര നക്ഷത്രം അവസാനിക്കുന്ന സമയം തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3:50. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ മകീര നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മകീര നക്ഷത്രം തിങ്കളാഴ്ച ദിവസത്തെ ഉദയാൽപരമായ നക്ഷത്രമാണെങ്കിൽ പോലും ഞായറാഴ്ച ദിവസം വൈകിട്ട് 5:24 നക്ഷത്രം ആരംഭിക്കും. അവസാനിക്കുന്നത് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3:50 എന്നുള്ളത് പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക. ഇനിയും തിങ്കളാഴ്ച ദിവസം മകീര നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ നല്ല അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. മകീര നക്ഷത്രം ആരംഭിക്കുന്ന സമയം ഞായറാഴ്ച വൈകുന്നേരം 5:24 അവസാനിക്കുന്ന സമയം തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3:50. അപ്പോൾ ഈ സമയത്ത് അത്തം, ചിത്തിര, രേവതി, ഭരണി, അവിട്ടം, ചതയം, രോഹിണി എന്നീ നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. തിങ്കളാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് 3:50 വരെയുള്ള സമയത്താണ് ഈ നല്ല അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതും മനസ്സിലാക്കണം. അതായത് മകീര നക്ഷത്രം ഞായറാഴ്ച വൈകുന്നേരം 5:24 ആരംഭിക്കും. അവസാനിക്കുന്നത് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3:50. അപ്പോൾ തിങ്കളാഴ്ച ദിവസം 3:50 വരെ അത്തം, ചിത്തിര, രേവതി, ഭരണി, അവിട്ടം, ചതയം, രോഹിണി എന്നീ നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളത് മകീര നക്ഷത്രപ്രകാരം ഞായറാഴ്ച വൈകുന്നേരം 5:24 മുതൽ തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3:50 വരെയുള്ള സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളത് അശ്വതി, കാർത്തിക, ഉത്രട്ടാതി എന്നീ 3 നാളുകാരുടെ ജീവിതത്തിലാണ്. അതുകൊണ്ട് ഈ നാളുകാർ സൂക്ഷിക്കണമെന്നാണ് ജ്യോതിഷം മുന്നറിയിപ്പായിട്ട് നൽകുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കുമെന്നും ജ്യോതിഷം പറയുന്നു. ഇനി ശുഭ സമയം നോക്കി ശുഭകാര്യങ്ങൾ ചെയ്യുന്നവർക്കായിട്ട് ശുഭസമയം പറഞ്ഞുതരാം. തിങ്കളാഴ്ച ദിവസം രാവിലെ 6:19 മുതൽ 7:49 വരെയുള്ള സമയം ശുഭസമയമാണ്. 7:49 മുതൽ 9:19 വരെയുള്ള സമയം രാഹുവിൻ്റെ സമയമാണ്. അപ്പോൾ തിങ്കളാഴ്ച ദിവസം പൊതുവേ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നൊരു സമയമാണ് ഈ രാഹുവിൻ്റെ സമയം. അപ്പോൾ രാവിലെ 6:19 മുതൽ 7:49 വരെയുള്ള സമയമാണ് ശുഭസമയം. പിന്നീട് ശുഭസമയം എന്ന് പറയുന്നത് 10:49 മുതൽ ഉച്ചകഴിഞ്ഞ് 3:19 വരെയുള്ള സമയമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക. ഇനി സംഖ്യാശാസ്ത്രം പറഞ്ഞുതരാം. സംഖ്യാശാസ്ത്രം പറഞ്ഞു തരുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 18 ഒറ്റസംഖ്യയാക്കുമ്പോൾ 9 വരും. അപ്പോൾ ഏതൊരു മാസത്തിൽ 9, അതുപോലെ തന്നെ 18, 27 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ഈ സംഖ്യകളൊക്കെ ഒറ്റസംഖ്യയാക്കുമ്പോൾ 9 വരും. അപ്രകാരമുള്ളവർക്ക് അനുകൂലമായൊരു ദിവസമാണ്. അനുകൂലമായൊരു ദിവസത്തിൽ കൂടുതൽ ഉത്തമമായ നല്ല ഉന്നതമായ ആ നിലയിലൊക്കെ ഉള്ള അനുഭവങ്ങൾ വന്നു ചേരാൻ വേണ്ടി മഞ്ഞ, ഇളനീല, ഇളം ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ AIJQY എന്നീ അക്ഷരങ്ങളുള്ളവർ ധരിച്ചാൽ അവരുടെ ജീവിതത്തിൽ നല്ല ഉത്തമമായ ഫലങ്ങൾ അവർക്ക് വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ഇക്കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ഇനി മറ്റൊരു കാര്യം കൂടി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലെ എനിക്ക് വന്ന ഒരു മെസ്സേജാണ്, അത് പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ആ മെസ്സേജിൽ ഇങ്ങനെയാണ് ചോദിക്കുന്നത്: തിരുമേനി, ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ തല വയ്ക്കുന്നത് തെക്കുവശത്താണ്. തെക്കുവശത്ത് തല വെച്ച് കിടന്നുറങ്ങിയാൽ പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് പറയുന്നു. അത് ശരിയാണോ എന്നൊരു ചോദ്യമാണ്. എനിക്കിതിനെക്കുറിച്ച് മറുപടി പറയാനുള്ളത്, തെക്കുവശത്ത് തല വെച്ച് കിടന്നുറങ്ങുമ്പോൾ നമുക്ക് ആ മുറിയുടെ ആ മുറിയുടെ വാതിൽ, വെളിയിലോട്ട് ഇറങ്ങുന്ന വാതിൽ വടക്ക് കിഴക്കോ അല്ലെങ്കിൽ കിഴക്കിൻ്റെ വടക്കു ഭാഗത്തോ ആണെങ്കിൽ
തീർച്ചയായിട്ടും നമ്മൾ അങ്ങോട്ട് നോക്കിയാണ് എഴുന്നേക്കുന്നത്. ഒരനക്കം കേട്ടാലും നമ്മൾ അങ്ങോട്ട് നോക്കിയാണ്, ആ വാതിൽക്കലിട്ട് നോക്കിയാണ് എഴുന്നേക്കാൻ പെട്ടെന്ന് സഹായകരമാകുന്നൊരു വിധം. മാത്രമല്ല കിഴക്കോട്ട് നോക്കി രാവിലെ എഴുന്നേക്കാൻ പറ്റും, അല്ലെങ്കിൽ വടക്കോട്ട് നോക്കി എഴുന്നേക്കാൻ പറ്റും. അപ്പോൾ ഈ ദിക്കുകളുടെ ഗുണവും കിട്ടും. ദിക്കുകളുടെ ഗുണമെന്ന് പറഞ്ഞാൽ വടക്ക് ദിക്കിൻ്റെ അധിപൻ കുബേര ഭഗവാനാണ്, കിഴക്ക് ദിക്കിൻ്റെ അധിപൻ സൂര്യദേവനാണ്. സൂര്യഭഗവാൻ ഉദിച്ചു വരുന്ന സമയം കൂടിയാണ്. അപ്പോൾ അതിൻ്റേതായ അനുഗ്രഹമൊക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അല്ലാതെ പിതൃക്കളുടെ ഭാഗത്തു നിന്നുള്ള അനുഭവങ്ങളോ അല്ലെങ്കിൽ അവരുടെ അനുഗ്രഹങ്ങളോ ഒന്നുമല്ല ഇതിനകത്തുള്ള യഥാർത്ഥമായ വസ്തുത എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി ആ മുറിയുടെ വാതിൽ വടക്ക് പടിഞ്ഞാറേ വശത്താണെങ്കിൽ തീർച്ചയായിട്ടും തെക്ക് വശത്ത് തലവെച്ച് കിടന്നുറങ്ങിയാൽ ഒരനക്കം കേട്ടാൽ ആ വാതിൽക്കിലോട്ട് നോക്കാൻ വിധത്തിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് നോക്കാൻ വിധത്തിൽ തെക്ക് വശത്ത് തലവെച്ച് കിടന്നുറങ്ങുക. ഇനി തെക്ക് പടിഞ്ഞാറേ മൂലയിലാണ് അതിൻ്റെ വാതിലെങ്കിൽ അത് ചെയ്യേണ്ടത് വടക്ക് വശത്ത് തലവെച്ച് കിടന്നുറങ്ങുക. അപ്പോൾ എഴുന്നേറ്റ് അങ്ങോട്ട് നോക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. നമുക്ക് കൂടുതൽ നല്ല എനർജി നൽകുന്ന രണ്ട് ദിക്കുകൾ എന്ന് പറയുന്നത് വടക്കും കിഴക്കുമാണ്. അപ്പോൾ അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. തന്നെയല്ല, ഒരു റൂമിനകത്ത് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ പ്രധാന വാതിൽ നമ്മുടെ ശ്രദ്ധയിൽ വരണം. ഒരനക്കം കേട്ടാലോ വാതിൽ ആരെങ്കിലും തള്ളി തുറന്നാലോ നമുക്ക് എഴുന്നേറ്റ് അങ്ങോട്ട് തന്നെ നോക്കാവുന്ന വിധത്തിൽ വേണം നമ്മൾ കിടന്നുറങ്ങുവാൻ. അപ്പോൾ അതും മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അറിവുകൾ വെച്ച് വേണം നമ്മളൊരു മുറിയിൽ കിടന്നുറങ്ങേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഭാര്യയും ഭർത്താവും ഒരു വീട്ടിലെ മുറിയിൽ കിടന്നുറങ്ങുമ്പോൾ അവർ നല്ല സ്നേഹത്തിലും സന്തോഷത്തിലും പോകുന്നതിന് വേണ്ടി നക്ഷത്രപ്രകാരം അവരുടെ കിടപ്പുമുറി അനുയോജ്യമായ ഭാഗത്താണോ എന്നുള്ളതും അറിഞ്ഞിരിക്കണം. ഇനിയും തിങ്കളാഴ്ച ദിവസം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരെക്കുറിച്ച് പറഞ്ഞു തരാം. പൂയം, പൂരം, ചിത്തിര, അനിഴം, പൂരാടം, അവിട്ടം, ഉത്രട്ടാതി, ഭരണി, മകയിരം. ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ തിങ്കളാഴ്ച ദിവസം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. നന്ദി, നമസ്കാരം പറഞ്ഞു നിർത്തുകയാണ്. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.